ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഇരട്ടി സന്തോഷം നൽകുന്നൊരു ന്യൂസാണ്. A+കളുടെ എണ്ണം കൂടും. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC +1 +2 റിസൾട്ട് 2024 ഡബിൾ ഹാപ്പി ന്യൂസ്, ഇരട്ടി സന്തോഷം നൽകും. കാരണം A+കളുടെ എണ്ണം കൂടും. SLC റിസൾട്ട് ഇനി ടാബുലേഷൻ വർക്കുകളൂടെ കഴിഞ്ഞാൽ മെയ് 10 കൂടി തന്നെ SLC റിസൾട്ട് വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. A+ൻ്റെ എണ്ണം കൂടും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നിരവധി A+കൾ ഈ വർഷം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. വാല്യുവേഷൻ എന്ത് ചെയ്തു, ശനിയാഴ്ച അവിടെ പൂർത്തിയായി. ഇന്ന് 22 ഇന്നലെ ഞായറാഴ്ച മിനിയാന്ന് 20 തീയതി എന്ത് ചെയ്തു, ശനിയാഴ്ച വാല്യുവേഷനൊക്കെ SLCയുടെ വാല്യുവേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ SLCക്ക് ഈ വർഷവും A+ കൂടുമെന്നാണ് വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ അധ്യാപകർക്ക് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ പോലെ തന്നെ A+കളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാവും. കഴിഞ്ഞ വർഷം എത്രയാണ് 33,000-ഓളം A+കൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം അത്രയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനേക്കഞ്ഞും കൂടുതൽ ഉണ്ടാകുമെന്നാണ് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത്. ചില വാല്യുവേഷൻ ക്യാമ്പുകളിലെ അധ്യാപകർ പറയുന്നതായാൽ പോലും അവർ നോക്കിയ പേപ്പറുകളിൽ അവർക്ക് നല്ല റിസൾട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാ വാല്യുവേഷൻ ക്യാമ്പിലും ഇങ്ങനെ ആയിരിക്കും. +1 റിസൾട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, +1ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ജൂണോട് കൂടി തന്നെ അല്ലെങ്കിൽ ഒരു ജൂലൈയോട് കൂടി തന്നെ റിസൾട്ട് ഉണ്ടാകും. കാരണം SLCൻ്റെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക. SLC റിസൾട്ട് ഉണ്ടായതിന് ശേഷം മാത്രമായിരിക്കും +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ +1ൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. വാല്യുവേഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു തീരുമാനം റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ +1ൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു അറിയിപ്പ് കൊടുക്കാൻ പറ്റാത്തത്. കാരണം +1 റിസൾട്ട് ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ വീഡിയോയിലും തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമുക്ക് ഒരു കൃത്യമായ ഒരു ഡേറ്റ് പറയാൻ സാധിക്കില്ല. കാരണം റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് മാത്രമേ, ഇന്ന് ഉച്ചയ്ക്ക് റിസൾട്ട് പുറത്തു വിടും എന്ന് മാത്രമേ അറിയിപ്പുണ്ടാവുകയുള്ളൂ. നേരത്തെ ഒരറിയിപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ +1ൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ സാധിക്കില്ല. +2 റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒരു മെയ് 15-20 കൂടി തന്നെ, സെക്കൻഡ് വീക്കോട് കൂടി തന്നെ +2 റിസൾട്ടും എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം +2 വാല്യുവേഷൻ അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകും. ഡബിൾ വാല്യുവേഷൻ ഒഴികെയുള്ള എല്ലാ വാല്യുവേഷനും പൂർത്തിയായെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് സയൻസ് സബ്ജക്റ്റുകൾക്കൊക്കെ ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ ഉള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോഴും തീരാതിരിക്കുന്നത്. ഡബിൾ വാല്യുവേഷൻ ഒഴികെയുള്ള സബ്ജക്റ്റുകളൊക്കെ തീർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിൽ പോലും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ +2ൻ്റെ വാല്യുവേഷനും പൂർത്തിയാകുമെന്നാണ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് അധ്യാപകർ പറയുന്നത്. ഏതായാലും റിസൾട്ട് മെയ് മാസത്തോടു കൂടി തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ SLC വാല്യുവേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ടാബുലേഷൻ വർക്കുകളൊക്കെ ആരംഭിക്കുകയാണ്. SLC റിസൾട്ട് വാല്യുവേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഉടൻ തന്നെ ടാബുലേഷൻ വർക്കുകളാണ്. ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷമായിരിക്കും റിസൾട്ട് ഉണ്ടാകുക. +2 റിസൾട്ട് അടുത്ത ആഴ്ചയോടെ, +2 വാല്യുവേഷൻ അടുത്ത ആഴ്ചയോടെ കഴിയും. ശേഷം ടാബുലേഷൻ വർക്കുകളാണ്. അതിനുശേഷം റിസൾട്ടും ഉണ്ടാകും. SLC റിസൾട്ടായിരിക്കും ആദ്യം വരിക. അതിനുശേഷം 5-6 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക. കാരണം എല്ലാ വർഷവും അങ്ങനെയാണ്. SLC റിസൾട്ട് വന്നതിന് 5-6 ദിവസം, അല്ലെങ്കിൽ മാക്സിമം പോയ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.